ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് അനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പടപ്പേരി കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ, ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ആകെ ഒരു 5 പപ്പടേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ 5 പപ്പടം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി പപ്പടത്തോരൻ ഉണ്ടാക്കാമെന്ന് ആണ് കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്കിന്ന് ഇതുമായി ഉപ്പേരിക്കുമായി ഉപ്പേരി ഉണ്ട്, പയറുപ്പേരി ഉണ്ട്. എന്നാലും ഇതും കൂടി ആയാൽ പപ്പടം കാച്ചിയാൽ തികയുമില്ല 5 കൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് നൈസായി ഇങ്ങനെ കത്രിയും കൊണ്ട് തന്നെ അരിയാം കേട്ടോ. കത്തിയും കൊണ്ട് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നുറുക്കാനങ്ങനെ മുറിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ട്. നമ്മളിപ്പോൾ കാച്ചിയാൽ അത് കൂടുതലാവും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ തോന്നും കേട്ടോ, പക്ഷെ ലാസ്റ്റ് കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു വേറെ ലെവലായിട്ട് ഒരുപാടുണ്ടാവും കേട്ടോ പേര്. അപ്പോൾ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു തുള്ളി എണ്ണ ഒഴിക്കണുള്ളൂ കേട്ടോ ഈ പപ്പടം വറക്കാൻ വേണ്ടിയിട്ട്. സാധാരണ പപ്പടം കച്ചാൽ എടുക്കണ എണ്ണയുടെ അത്രയും എടുക്കുന്നില്ല. ഇതിങ്ങനെ ഇളക്കി കുറച്ച് സാവധാനമാണ് ഇത് ഇതാക്കി എടുക്കണത്. അപ്പോൾ നമുക്ക് നല്ല ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, ബ്രൗൺ കളർ ആവരുത്. അമ്മുണ്ട് കേട്ടോ, അമ്മുണ്ട്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വറുത്ത് കോരുകയാണ്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ കടുക് വറുത്തിട്ട് പൊട്ടിച്ച് ഇനി ഇതിൽ തന്നെയാണ് ഉപ്പേരി തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്ത് കടുക് പൊട്ടിച്ചിട്ടു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഓടിപ്പോയേ. കടുക് പൊട്ടിച്ചിട്ടില്ല, കടുക് പൊട്ടിക്കാനിട്ടു. ഈ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടൊന്ന് ഇത് മാറണ വരെ ഒന്നുകൊണ്ട് വഴറ്റി കൊടുത്തിട്ടാണ് ഇനി ഉള്ളി ഇടാൻ പോണത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുള്ളേ. അപ്പോൾ അത് ആ ഉള്ളി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റണമൊന്നുമില്ല, ഒരു പാകത്തിന് ഒന്ന് വാടി കിട്ടണം, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. നമുക്ക് എല്ലാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു പച്ചമുളക് ഇടണുള്ളൂ കേട്ടോ, അത് എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. ഉള്ളി ഒന്ന് നല്ലോണം വാടി വന്നപ്പോൾ തന്നെ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ മെയിൻ സാധനങ്ങളാണ്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അതാ നല്ലോണം ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഇടാം കേട്ടോ. കുറേ ഇടുന്നില്ല, ഉള്ളിൽ മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് സ്പൂണിൽ ചിക്കൻ മസാലയും മാത്രമേ ഇടണുള്ളൂ. ചിക്കൻ മസാല ഇടാതെ ഇവർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മസാല പോലെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇനി പപ്പടം ഇടാൻ പോവുകയാണ് കേട്ടോ. കാച്ചി വെച്ചത്, കാച്ചിയതല്ല, നമ്മൾ പൊട്ടിച്ച് നുറുക്കി വറുത്ത് വെച്ചത്, അങ്ങനെയല്ലേ പറയേണ്ടത്. അപ്പോൾ അതങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒരു പുഴി തേങ്ങ ചെറിയ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ കാണിക്കുമ്പോൾ എടുത്തിരുന്നില്ല. അതിക്ക് പിന്നെ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് കേട്ടോ. ഞങ്ങൾ ആദ്യം അങ്ങനെ ഇട്ട് വെക്കണത് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. പപ്പടപ്പേരി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കുന്നത്. പിന്നെ ഇത് തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് കൂടുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ആരാ എടുക്കണമെന്നറിയോ? അനുവാണ് കേട്ടോ. അപ്പോൾ അവളത് പാത്രത്തേക്ക് ഇങ്ങനെ ആക്കിയത് കണ്ടു. നമുക്ക് പപ്പടം ആകെ എത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5 പപ്പടം. അത് നമ്മൾ കത്രി കൊണ്ടൊക്കെ കുഞ്ഞിതാക്കി മുറിച്ച്. അപ്പോൾ ആകെ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതാ ഒരു പാത്രം ഉപ്പേരിയാണ് നമുക്ക് കിട്ടിയത്, തോരൻ. കുറേ കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, വെറും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതെ, കറിയൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ബായ്, ടാറ്റാ.